ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് പ്യൂമയുടെ ഒരു ബൂട്ട് അൺബോക്സ് ചെയ്യാം. പ്യൂമയുടെ വൺ ബ്രാൻഡിങ്ങിലാണ് ഈ ബൂട്ട് വരുന്നത്. സോ ലെറ്റ്സ് ഗോ. ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ട് എടുത്ത് പറയാനൊന്നുമില്ല. കാരണം ഫുൾ ബ്ലാക്കിൽ ചെറിയ ടെക്സ്ചേഴ്സും അവിടെ ഇവിടെയൊക്കെ എംബോസ്ഡ് ആയിട്ടുള്ള ഡിസൈനുകൾ മാത്രമാണ് വരുന്നത്. കാരണം ഇതൊരു ബൂട്ട് ആയതുകൊണ്ട് തന്നെ കാഷ്വൽ ആയിട്ടുള്ള ഓവർ ഡിസൈനിങ്ങുകളോ അല്ലെങ്കിൽ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ അത്ര ഡീറ്റെയിൽസ് കീപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ ഈ സൈഡിലുള്ള കളേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രിപ്പും പിന്നെ ഫുൾ ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിക്കുള്ള ഇതുപോലത്തെ ഡിസൈനിങ്സും ഉണ്ട്. പിന്നെ സൈഡിലായിട്ട് ഇതിൻ്റെ അസെൻറ്റ് കളറായിട്ടുള്ള ഏജ്ഡ് സിൽവർ എന്ന കുറച്ചൊരു ഡള്ളായിട്ടുള്ള സിൽവർ കളറിൽ കുറേ ഡിസൈനിങ് ലൈൻസ് ഉണ്ട്. അതുപോലെ സൈഡിലായിട്ട് 1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്യൂമയുടെ 1 എന്ന സീരീസിലാണ് ഇത് വരുന്നത്. അവിടെയും ചെറിയ രീതിക്കുള്ള കോൺട്രാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സിൽവർ ലെയർ ഉണ്ട്. പിന്നീട് ഓവറോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. പിന്നെ സൈഡിലായിട്ടുള്ള ഗ്ലൂകളോ കാര്യങ്ങളോ ഒന്നും എക്സ്പോസ്ഡ് അല്ല. നല്ല ഫേം ആയിട്ട് തന്നെ സോളും മുകളിലുള്ള മെറ്റീരിയലും തമ്മിൽ ഗ്ലൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നും ആ ഒരു ഏരിയയിൽ വലിയ ഡാമേജ് വരാൻ ചാൻസ് ഇല്ല. പിന്നെ താഴെയുള്ള സ്റ്റഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം, ഇതൊരു FG ആൻഡ് AG ബൂട്ടാണ്. അതായത് FG എന്ന് വെച്ചാൽ ഫേം ഗ്രൗണ്ട്, പിന്നെ AG എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള രണ്ട് സർഫേസിലും ഈ ഒരു ബൂട്ട് വെച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ബൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും ഇതുപോലെ നമ്മുടെ ഗ്രൗണ്ടിന് സ്യൂട്ടബിൾ ആണോ നോക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ധാരണ ഇല്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എപ്പോഴും ബൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് ഡേർട്ടായി കഴിഞ്ഞാലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. പുറത്ത് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നനഞ്ഞിട്ടുള്ള കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നൈസായിട്ട് എല്ലാം തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഗ്രിപ്പിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഗ്രിപ്പ് തരുന്നുണ്ട്. തെന്നി പോവുക അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കളയുന്ന രീതിക്കുള്ള എന്തെങ്കിലും ഗ്രിപ്പ് ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇല്ല. നല്ല ഫേം ആയിട്ടുള്ള ട്രാക്ഷൻ തരുന്നുണ്ട്. പിന്നീട് കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയ കംഫർട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ബൂട്ടൊന്നുമില്ല. അപ്പോൾ കുറേ നേരം കളിച്ചപ്പോൾ ചെറിയ രീതിക്ക് പെയിനൊക്കെ ഫീൽ ചെയ്തെങ്കിലും വേറെ കാല് ചൂടാവുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഡിസൈനിങ് ഫാൾട്ട് കാരണം ഏതെങ്കിലും പാർട്ട് കാലിലോട്ട് കുത്തുന്ന പ്രശ്നമോ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. സോ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഷൂ തന്നിട്ടുള്ളത്. 4999 ആണ് ഇതിൻ്റെ ഒഫീഷ്യൽ പ്രൈസ്. ഇനി ഓൺലൈൻ പർച്ചേസാണ് നോക്കുന്നതെങ്കിൽ ബിലോ 2700 ആണ് റേറ്റ് വരുന്നത്. സോ ഇവിടെ ഈ ഒരു റേറ്റിന് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യത്തിലാണ്, അല്ലാതെ മെയിനായിട്ട് കംഫർട്ടിൻ്റെ കാര്യത്തിലൊന്നുമല്ല. അപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, പിന്നെ ബേസിക് ആയിട്ടുള്ള നല്ല ഗ്രൗണ്ട് പെർഫോമൻസും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2700 ബിലോ റേഞ്ചിൽ വെർത്തായിട്ടുള്ള ഒരു ബൂട്ടാണ്. ഇനി ഇതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് വിയറ്റ്നാമാണ്. നമ്മുടെ യൂസ് ചെയ്തിട്ടുള്ള കളർ ബ്ലാക്ക് പ്യൂമ ഏജ്ഡ് സിൽവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. അതുപോലെ ബൂട്ടിൻ്റെ സൈസിനെ കുറിച്ച് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പ്യൂമയുടെ ബൂട്ട് വലിയൊരു സൈസ് വേരിയേഷൻ വന്നിട്ടില്ല. ഇപ്പോൾ ചില ബൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വാങ്ങുന്ന ഷൂവിനെക്കാട്ടിലും ഒരു സൈസ് കൂട്ടി വാങ്ങിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് ചാർട്ട് ഓൺലൈൻ ഷോപ്പിങ്ങിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു ബൂട്ട് പ്യൂമയുടെ കാഷ്വൽ ഷൂവിൻ്റെ അതേ സൈസിൽ തന്നെയാണ് വരുന്നത്. വേറെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ സ്പോർട്സും ടെക്കും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. Catch you guys later.